പത്തനംതിട്ട കൂന്നി കല്ലേലിയിൽ കാറിന് മുന്നിലേക്ക് പാഞ്ഞെടുത്ത കാട്ടാന. കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നു. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം നമുക്കൊന്ന് പോകാം. വണ്ടി കൊണ്ടൊന്ന് ഈ ഇരുട്ടത്ത് കാണാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. എ.വി. ജയശങ്കർ ചേരുന്നു ടെലഫോണിൽ. ജയശങ്കർ, നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാക്കിയോ ആന? കോന്നി കൊക്കത്തോട് റോഡിൽ കല്ലേലിയാണ് കാറിന് മുന്നിൽ ഈ കാട്ടാന പാഞ്ഞെടുത്തത്. അതിവേഗത്തിലാണ് ആന കാറിൽ ഇരുന്നവരെ ആക്രമിക്കാൻ വേണ്ടി എത്തിയത്. പെട്ടെന്ന് തന്നെ അടുത്ത ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരുന്ന ലോറിയിലൊക്കെ കയറിക്കൊണ്ടാണ് ഈ ആളുകൾ രക്ഷപ്പെടുന്നത്. എന്തായാലും വലിയ അത്ഭുതകരമായാണ് ഇവർ രക്ഷപ്പെട്ടത്. എന്തായാലും ഈ പത്തനംതിട്ടയിലെ പല പ്രദേശങ്ങളിലും ഈ കാട്ടാനയുടെ ആക്രമണം വ്യാപകമാണ്. ഈ കോന്നി കുളത്തുമണ്ണിൽ ഇന്ന് രാവിലെയും ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന കൃഷി ഉൾപ്പെടെ നശിപ്പിച്ചിരുന്നു. അങ്ങനെ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ച് മലയോര മേഖലയിലെ വനത്തോട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ ജനങ്ങളെ സംബന്ധിച്ച് ഈ കാട്ടാന ആക്രമണം നിരന്തരമാകുന്ന വലിയ പ്രതിസന്ധിയാണ്. വനം വകുപ്പിനോട് പരാതി പറഞ്ഞിട്ടും ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാർ ഈ വിഷയത്തിൽ പറയുന്നത്. നമ്മൾ ഉൾപ്പെടെ ഇതിൽ നിരവധി സ്റ്റോറികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെയ്തെങ്കിലും ഒരു പരിഹാരവും നിലവിലുണ്ടാകുന്നില്ല. ഈ കാട്ടിൽ ഭക്ഷണമില്ല, വേനൽക്കാലമാണ് ആന ഇറങ്ങാൻ കാരണം എന്നൊക്കെയാണ് മുമ്പ് വനം വകുപ്പ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ മഴ വന്നു, കാട്ടിൽ അത്യാവശ്യം ആനയ്ക്ക് ഭക്ഷിക്കാനുള്ള ഒക്കെ ഉണ്ട്. പക്ഷെ അപ്പോൾ പോലും ആന വ്യാപകമായി വനത്തിന് പുറത്തേക്ക് ഇറങ്ങി ജനവാസ മേഖലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കണം. എന്തായാലും ഈ പ്രദേശത്ത് ഇറങ്ങിയ ഈ കാട്ടാന കാറിന് നേരെ വന്നെങ്കിലും ഈ കാർ യാത്രക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ലോറി ഡ്രൈവറുടെ ഒക്കെ സഹായത്തോടുകൂടി രക്ഷപ്പെട്ടിട്ടുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിന്റെ രാത്രി ഉണ്ടായ സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ എന്തായാലും 24-ന് ലഭിച്ചിരിക്കുന്നത്. സ്കാൻ